ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മെ എപ്പോഴും വേണ്ടാത്ത വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും. ജീവിതയാത്രയെ സുഗമമാക്കി തീർക്കണമെങ്കിൽ അവ രണ്ടും മെരുക്കമുള്ളതായിരിക്കണം. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയും മനസ്സാകുന്ന കടിഞ്ഞാണും നിയന്ത്രണ വിധേയമാണെങ്കിൽ ശരീരമാകുന്ന രഥം ലക്ഷ്യത്തിലെത്തിച്ചേരും. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിലെ യാത്രക്കാരന് ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധത്തോടു കൂടി ആ രഥം തെളിക്കുന്ന സൂതനെ നേർവഴിക്ക് നയിക്കേണ്ടതുമാണ്. ഈ ജോലിയെല്ലാം യാത്രക്കാരനുള്ളതാണ്. യാത്രക്കാരൻ്റെ ആവശ്യമാണ് ലക്ഷ്യത്തിലെത്തുക എന്നത്. അപ്പോൾ നിയന്ത്രണമുള്ള ഇന്ദ്രിയങ്ങളും കുതിരകളും കടിഞ്ഞാണും അനിവാര്യമാണ്. നമ്മുടെ ശരീരമാകുന്ന രഥത്തെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, മനസ്സാകുന്ന കടിഞ്ഞാൺ, ബുദ്ധിയാകുന്ന സാരഥിയുടെ കൈകളിൽ ജീവനാകുന്ന യാത്രക്കാരൻ ഏൽപ്പിക്കേണ്ടതാണ്. എന്നാൽ അത് സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേരും. അതെവിടേക്കാണ് എത്തേണ്ടത് എന്ന ബോധം ഈ യാത്രക്കാരനുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആകുന്ന ഉടമസ്ഥൻ പറയുന്ന ദിക്കിലേക്കാണ് സാരഥി രഥത്തെ നയിക്കുന്നത്. അതിനാൽ ആദ്യം ജീവനാകുന്ന യാത്രക്കാരന് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യബോധം ഉണ്ടായെങ്കിൽ മാത്രമേ സുരക്ഷിതമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എപ്പോഴും നമ്മളെ വിപത്തിലേക്ക്, ലക്ഷ്യത്തിലെത്താതെ തെറ്റായ മാർഗത്തിലൂടെ നയിക്കുന്നവരാണ് ഈ കുതിരകളും ഈ കടിഞ്ഞാണും. കടിഞ്ഞാണില്ലെങ്കിൽ കുതിരകൾ തോന്നിയ വഴിക്കായിരിക്കും സഞ്ചരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും വിപത്പ്രധാനരാം ദുഷ്ടചഞ്ചലേന്ദ്രിയങ്ങൾ തൻ മത്തരായി പന്തടിച്ചു നിൻ അർത്ഥപൂർണമർത്യജീവിതം. എപ്പോഴും വിപത്പ്രധാനരാം, എപ്പോഴും വിപത്ത് ക്ഷണിച്ചു വരുത്തുന്നവരാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. എപ്പോഴും വിപത്പ്രധാനരാം, വിപത്തുണ്ടാക്കുന്നതിൽ പ്രധാനികളാണ് ആര്? ദുഷ്ടചഞ്ചലേന്ദ്രിയങ്ങൾ, ദുഷ്ടന്മാരായ ചലനാത്മകമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മളെ വേണ്ടാത്ത വഴിയിലേക്കായിരിക്കും നയിക്കുന്നത്. അങ്ങനെ അവരെങ്ങനെയാണ്? മർത്തരായി പന്തടിച്ചു നിൻ അർത്ഥപൂർണമർത്യജീവിതം. അർത്ഥത്തോടു കൂടിയ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഈ മർത്യജീവിതം പന്തടിച്ച് കളിക്കുകയാണ്. മർത്തരായിട്ട് പന്തടിച്ച് കളിക്കുകയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. പിന്നെ അതിലെ യാത്രക്കാരൻ എങ്ങനെ സുരക്ഷിതരായി എത്തിച്ചേരും? അതുകൊണ്ട് എപ്പോഴും നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നാം വളരെ ശ്രദ്ധയോടുകൂടി നിയന്ത്രണ വിധേയം ആക്കേണ്ടതാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രണ വിധേയം ആയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിന് ജീവനാകുന്ന യാത്രക്കാരന് ലക്ഷ്യബോധം എന്താണെന്ന് വ്യക്തമായ അറിവുണ്ടാവണം. ലക്ഷ്യം അറിഞ്ഞാൽ മാത്രം പോരാ, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും അറിഞ്ഞിരിക്കണം. മാർഗവും ലക്ഷ്യവും അറിഞ്ഞ് അതിലേക്ക് ഈ രഥത്തെ, ഇതിന് തകരാറ് പറ്റുന്നതിന് മുമ്പേ രഥത്തെ നയിക്കേണ്ടതുമാണ്. ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള വാഹനമാണ് ശരീരമാകുന്ന ഈ രഥം. ഇത് കേടുവരുന്നതിന് മുമ്പേ നാം എത്തേണ്ട ദിക്കിൽ എത്തിച്ചേരേണ്ടതാണ്. അല്ലെങ്കിൽ വഴിയിൽ നാം വാഹനമില്ലാതെ യാത്ര
മുരടിച്ചു പോകുന്നതുമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മെ വിപത്താകുന്ന വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ മത്ത് പിടിച്ച് നേർവഴിക്ക് പോകാൻ അനുവദിക്കാത്ത ഇന്ദ്രിയങ്ങളെ നാം അർത്ഥപൂർണമായ ഈ ജീവിതത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാണ്. എപ്പോഴും വിപത്പ്രധാനരാം ദുഷ്ടചഞ്ചലേന്ദ്രിയങ്ങൾ തൻ മത്തരായി പന്തടിച്ചു നിൻ അർത്ഥപൂർണമർത്യ ജീവിതം.